തൃശൂർ അന്തിക്കാട് കുഴിയിൽ വീണ് അമ്മയ്ക്കും മകൾക്കും പരിക്ക്. താന്യം സ്വദേശികളായ റംലത്തിനും അമ്നയ്ക്കുമാണ് പരിക്കേറ്റത്. അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരും ആശുപത്രി വിട്ടു. തൃശൂർ വിലങ്ങന്നൂർ മുതൽ പട്ടിക്കാട് പീച്ചി റോഡ് ജംഗ്ഷൻ വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണ സ്തംഭത്തിനെതിരെ പാണഞ്ചേരി മണ്ഡലം INTUC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ശയന പ്രദക്ഷിണം സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ നിർവാഹക സമിതി അംഗം KC അഭിലാഷ് സമരം ഉദ്ഘാടനം ചെയ്തു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നതിന് മന്ത്രി K രാജൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നും അല്ലാത്തപക്ഷം മന്ത്രിയെ വഴിയിൽ തടയുമെന്നും ഉദ്ഘാടക പ്രസംഗത്തിൽ KC അഭിലാഷ് പറഞ്ഞു. കുടുംബശ്രീ മിഷനും പൊന്നാനി നഗരസഭാ കുടുംബശ്രീയും സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. P നന്ദകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. 50ഓളം കുടുംബശ്രീ സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. പന്ത, മായം, പുട്ടുകല്ല് എന്നീ ഭാഗങ്ങളിലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. ഫിഷറീസ് വകുപ്പെത്തി ഡാമിലെ വെള്ളം ശേഖരിച്ചു. റിപ്പോർട്ട് വന്നതിനു ശേഷം മറ്റ് നടപടികൾ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ബസ്സിടിച്ചു മരിച്ചു. അഞ്ചങ്ങാടി സ്വദേശി അനജാണ് മരിച്ചത്. പറവൂർ മാഞ്ഞാലി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് അനജ്. തൃശൂർ ചെറുതുരുത്തിയിൽ പോക്സോ കേസ് പ്രതിക്ക് 14 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും. കുളമ്പുമുക്ക് സ്വദേശി അബൂബക്കറിനാണ് കഠിന തടവും പിഴയും കോടതി വിധിച്ചത്. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടേതാണ് വിധി. തൃശൂർ ചാവക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഉവൈസ്, സാലി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ തലവടിയിൽ കാർഷിക ചന്ത ആരംഭിച്ചു. തലവടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് കാർഷിക ചന്ത ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കാട്ടാക്കട ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും കൃഷിഭവനും സംയുക്തമായി ഓണം വിപണനമേള സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 14 വരെയാണ് മേള നടക്കുന്നത്. വിപണനമേളയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് IB സതീഷ് MLA നിർവഹിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട് സ്കൂട്ടറിൽ വന്ന വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമം പരാജയപ്പെട്ടതോടെ വീട്ടമ്മയെ ചവിട്ടി തള്ളിയിട്ട ശേഷം ഇയാൾ കടന്നുകളഞ്ഞു. തൃശൂർ അതിരപ്പള്ളിയിൽ വിൽപ്പനയ്ക്കായി മദ്യം കടത്തിയ ആൾ പിടിയിൽ. കണ്ണൻകുഴി സ്വദേശി സജീവനാണ് വാഹന പരിശോധനയ്ക്കിടയിൽ ചാലക്കുടി എക്സൈസിന്റെ പിടിയിലായത്. പ്രൈവറ്റ് ബസ്സിൽ 6 ലിറ്റർ വിദേശ മദ്യം കടത്തുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ കർഷക സംഘം കോവിൽ റോഡ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ മണലൂർ ഏരിയ സെക്രട്ടറി KK ശങ്കരൻ അനുസ്മരണം ആചരിച്ചു. KK ശശീന്ദ്രൻ പതാക ഉയർത്തി. കൊല്ലം പോരുവഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ BJP ജനപ്രതിനിധികളുടെ പ്രതിഷേധം. ക്യാൻസർ രോഗികൾക്ക് സ്വർണ്ണക്കട ഉടമ നൽകിയ ഫണ്ട് തിരിമറി നടത്തിയ പ്രസിഡന്റ് രാജിവെക്കണമെന്ന ആവശ്യം. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകൻ അറസ്റ്റിൽ. പിടിയിലായത് പരവൂർ EC കോട്ടേജിൽ സുജിത് കുമാർ. കായിക പരിശീലനത്തിനെന്ന വ്യാജേന വിദ്യാർത്ഥികളെ വീട്ടിൽ പാർപ്പിച്ചായിരുന്നു പീഡനം. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന അഖ്നൂർ മേഖലയിൽ വെടിവെപ്പ്. ഒരു അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി വയോജന സംഗമവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ച് കോട്ടയം മീനച്ചൽ ഗ്രാമപഞ്ചായത്ത്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും കുടുംബശ്രീയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ക്യാമ്പിന്റെ ഭാഗമായി മാനസികോല്ലാസ പരിപാടികളും പ്രാഥമിക പരിശോധനകളും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. ബൈക്കിന് തകരാറാരോപിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. വിയൂർ സ്വദേശി സുജിത്ത് സുരേന്ദ്രൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് വിധി. തൃശൂർ നെല്ലുവായിലുള്ള രുദ്ര ബജാജ് ഉടമയ്ക്കെതിരെയും മണ്ണൂത്തിയിലെ ഗ്രാൻഡ് മോട്ടോഴ്സ് ഉടമയ്ക്കെതിരെയും പൂനെയിലെ ബജാജ് ഓട്ടോ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർക്കെതിരെയുമാണ് വിധി.